എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ 1000 സണ്ണി കപ്പൽ കാണിക്കും. അവിടെയാണെങ്കിൽ നാമിയും ബ്രൂക്കും ചോപ്പറും മൊമന്റോസ്കിയും അവർ കപ്പലിന്റെ അകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. അതെന്താണെന്ന് അറിയാനായിട്ട് ഡോർ ഓപ്പൺ ചെയ്യാണ്. അപ്പോഴായിരിക്കും അവർ ഞെട്ടുക. കപ്പലിന്റെ അകത്തുള്ള ഭാഗം എല്ലാം തന്നെ ഇപ്പൊ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവർ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ ഒരു ചപ്പർത്തല ആന്റി ആണെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാർ നിങ്ങളാരാ, നിങ്ങളെങ്ങനെ ഈ കപ്പലിലേക്ക് വന്നു ചോദിക്കും. അതിനാ ചപ്പർത്തല ആന്റി ആളുടെ 32 പല്ലും കാണിച്ച് പൊട്ടിച്ചിരിക്കും. അതിനുശേഷം അവരുടെ അസിസ്റ്റൻസിനെ അവിടേക്ക് വിളിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ആന്റിയും അവരുടെ അസിസ്റ്റൻസും ഇവരെല്ലാവരും ഡോഫ്ലമിംഗോയുടെ ആൾക്കാരാണ്. ആ ചപ്പർത്തല ആന്റി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കും. ഞാൻ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റ് ആണ്, ഇവരെല്ലാവരും എന്റെ അസിസ്റ്റൻസും. അവരത് പറയുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവരുടനെ ഒരു വലിയ പവർ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ ആൾക്കാർക്ക് നേരെ അങ്ങനെ വലിച്ചെറിയും. അവളുടെ ആ പവർ അത് വന്ന് നമ്മുടെ ആൾക്കാരുടെ ദേഹത്ത് ഹിറ്റ് ചെയ്ത് ഇപ്പൊ മൊത്തത്തിൽ നമ്മുടെ ആൾക്കാർ ചേഞ്ച് ആവുകയാണ്. അവരുടെ ആ വിയേർഡ് ലുക്ക് അത് അവർ പരസ്പരം കണ്ട് വണ്ടർ അടിക്കും. ഓ മൈ ഗോഡ്, നമ്മളെങ്ങനെ ഇങ്ങനെ ചേഞ്ചായി? ഈ ചപ്പർത്തല ആന്റി തന്നെയാണ് നമ്മളെ ഇങ്ങനെയാക്കി മാറ്റിയത്. മര്യാദയ്ക്ക് ഞങ്ങൾ നോർമലാക്ക്. ചപ്പർത്തലച്ചി ആന്റി ആണെങ്കിൽ സിമ്പിളായിട്ട് നിൽക്കും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെന്റെ വെറും ഒരു ആർട്ട് മാത്രമാണ്. നാമിയാണെങ്കിൽ ടെൻഷനാവും. ദയവ് ചെയ്ത് ഞങ്ങളെ പഴയതുപോലെ ആക്കണം, ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ചപ്പർത്തല ആന്റി ആണെങ്കിൽ ഓക്കെ, ഞാൻ നിങ്ങളെ പഴയതുപോലെ ആക്കാം, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ആ ചെറിയ പയ്യൻ മൊമന്റോസ്കി, അവനെ നിങ്ങൾ യാതൊരു പ്രശ്നം ഉണ്ടാക്കാതെ എന്നെ ഏൽപ്പിക്കണം. നാമിയാണെങ്കിൽ തീർത്ത് പറയും, ഒരു കാരണവശാലും അവനെ വിട്ടു തരില്ല. അതിനാ ചപ്പർത്തല ആന്റി അവർ വീണ്ടും ഇപ്പൊ ആർട്ട് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യും. അവർ അറ്റാക്ക് ചെയ്യുന്ന അടുത്ത നിമിഷം നാമിയാണെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഡോർ തുറന്ന് ബ്രൂക്കിനെയും മൊമന്റോസ്കിയെയും പിടിച്ചു വലിച്ച് അതിലൂടെ താഴേക്ക് ചാടുക. ആ ഒരു ക്ലൗഡ് പോയി ആ ഡോറിൽ ഹിറ്റ് ചെയ്ത് ആ ഡോറിന്റെ ഷേപ്പ് അത് ഡിഫറെന്റ് ആയി മാറും. ഓ നോ, നിങ്ങൾ എന്റെ പവറിൽ നിന്ന് രക്ഷപ്പെട്ടു പോയല്ലേ, ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ കുഞ്ഞുമായിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പുറത്തല ആന്റി ആണെങ്കിൽ അവരുടെ പിന്നാലെ വരും. അതേസമയം നാമി അവള് സബ്മറീൻ എടുത്ത് കപ്പലിന്റെ അണ്ടർഗ്രൗണ്ടിലൂടെ പുറത്തേക്ക് വരികയാണ്. അവള് ചോപ്പറിനെ നോക്കി ഒരു സിഗ്നൽ കാണിക്കും. ചോപ്പർ കറക്റ്റ് ആയിട്ട് ആ സബ്മറീനിലേക്ക് എടുത്തു ചാടും. അങ്ങനെ 4 പേരും ഇപ്പൊ ഈസി ആയിട്ട് പുറത്തെത്തി. ചപ്പർത്തലച്ചി ആന്റിക്ക് കൺട്രോൾ പോവും. ഓ നോ, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പറ്റിച്ച് പുറത്ത് കിടക്കും. മര്യാദയ്ക്ക് എന്റെ അടുത്തേക്ക് വരുന്നതാണ് നിങ്ങളുടെ ജീവന് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും. അതിന് നാമിയും ബ്രൂക്കും ചോപ്പറും ഒക്കെ അവളെ കളിയാക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവിടേക്ക് വന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്യ്, ഞങ്ങൾക്കറിയാം നിനക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന്. ആക്ച്വലി നമ്മുടെ ആൾക്കാർ അവളെ വെറുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവളെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത് അവളുടെ പവർ മുഴുവനായിട്ടും റിലീസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവൾക്ക് പവർ ഉണ്ടാവില്ല. ആ ഗ്യാപ്പിൽ എന്തെങ്കിലും ചെയ്യാം എന്നായിരിക്കും നമ്മുടെ ആൾക്കാർ കണക്ക് കൂട്ടുക. കപ്പലിന് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, പക്ഷേ അത് കുഴപ്പമില്ല. ഫ്രാങ്കി ഉപയോഗിച്ച് കപ്പൽ വീണ്ടും പഴയതുപോലെ ആക്കാന്നൊക്കെ ചിന്തിച്ച് അവരങ്ങനെ നിൽക്കും. ഇവിടെ ചപ്പർത്തല ആന്റി അവര് പല്ലൊക്കെ കടിച്ച് ഇപ്പൊ കപ്പലിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. അതിനുശേഷം വിളിച്ചു പറയും, ഹേ ഗായ്സ്, അവർ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്, വേഗം ഇവിടേക്ക് വാ. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ ചപ്പർത്തല ആന്റിയുടെ കപ്പൽ കാണിക്കുക. ഈ കപ്പലിലാണ് അവരിവിടേക്ക് വന്നത്. കപ്പൽ ഇപ്പോ നമ്മുടെ ആൾക്കാരുടെ 1000 സണ്ണി കപ്പലിന്റെ അടുത്തേക്ക് അടുക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വണ്ടർ അടിക്കും, ഇത്രയും വലിയൊരു കപ്പല് അതവിടെ ഉണ്ടായിരുന്നത് അവര് ശ്രദ്ധിച്ചില്ല. ക്ലൗഡുകൾക്കിടയിൽ അവർ ആ കപ്പൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ആ ചപ്പർത്തല ആന്റി അവൾ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങളിത് കാണുന്നില്ലേ, അവരാ മൊമന്റോസ്കിയുമായിട്ട് രക്ഷപ്പെട്ടു പോവാണ്. ആ മൊമന്റോസ്കിയെ അവനെ മാത്രം തിരികെ പിടിച്ച് ബാക്കിയുള്ള 3 പേരെയും കൊന്നു കളയാൻ പറഞ്ഞ് അവളുടെ 2 അസിസ്റ്റൻസിനെ ആ കപ്പലിലേക്ക് വലിച്ചെറിയും. അതിനുശേഷം വീണ്ടും 32 പല്ലൊക്കെ കാണിച്ച് ഇളിച്ച് എന്റെ മനസ്സിൽ വീണ്ടും ഒരുപാട് ആർട്ടൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് കപ്പലിന്റെ ഷേപ്പ് അത് മാറ്റാനായിട്ട് തുടങ്ങും. അവള് സെക്കൻഡുകൾ കൊണ്ട് ആ കപ്പൽ മുഴുവൻ വളരെ വിയേർഡാക്കി മാറ്റും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചപ്പർത്തല ആന്റി ആണെങ്കിൽ ഇപ്പൊ നമ്മളോട് പറയും, ഇതെല്ലാം തന്നെ ഞങ്ങളുടെ മാസ്റ്റർ ഡോഫ്ലമിംഗോയുടെ പ്ലാനാണ്. നിങ്ങളെ കൊന്നു തള്ളി മൊമന്റോസ്കി എവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹമാണ് ഞങ്ങളെ അയച്ചത്. അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ആൾക്കാർക്ക് അവരുടെ പ്ലാൻ അത് മുഴുവനായിട്ടും തകർന്നത് മനസ്സിലാകുക. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ആക്ഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ ഇപ്പോഴും ബ്ലോക്ക് 3യുടെ ഫൈറ്റ് അതങ്ങനെ മുന്നേറുകയാണ്. മറ്റൊരു ഭാഗത്ത് ബ്ലോക്ക് ബിയിൽ ഫൈറ്റ് ചെയ്തവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ആ സാമുറായി റിക്കിയാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങളുടെ ഈ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാനായിട്ട്, എനിക്കിതിന്റെ ആവശ്യമില്ല. ആ എക്സിറ്റ് ഡോർ തുറക്ക്, എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് പറയും. അതിനവരാണെങ്കിൽ സമ്മതിക്കില്ല. അയ്യോ ഇല്ല, നിങ്ങളിപ്പോ വളരെ മോശം കണ്ടീഷനിലാണ്, ബ്ലീഡിങ് നിന്നിട്ടില്ല, എത്രയും വേഗം നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്.
ഉടനെ റെബേക്ക അവളിപ്പോൾ അവിടേക്ക് വന്ന് അദ്ദേഹത്തോട് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ആവശ്യപ്പെടും. റെബേക്കയെ കാണുമ്പോൾ തന്നെ ആൾക്ക് അവൾ ആരാണെന്ന് മനസ്സിലാവും. അവൾക്കാണെങ്കിൽ ആളെ തിരിച്ചറിയാനായിട്ട് കഴിയില്ല. ഇവിടെ ആള് റെബേക്ക ചെറുപ്പത്തില് ആൾക്ക് പൂവൊക്കെ കൊടുക്കുന്ന ചില പഴയ മെമ്മറീസ് ഒക്കെ ആലോചിച്ച് അങ്ങനെ അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ജോക്കറിന്റെ ടീം മെമ്പറായ വേറൊരുത്തൻ അവനാണെങ്കിൽ ബെലമിയുടെ കയ്യിൽ ഒരു ലെറ്റർ കൊടുക്കും. ഇത് നിനക്ക് സാക്ഷാൽ ഡോഫ്ലമിംഗോ തന്ന ഒരു സെക്കൻഡ് ചാൻസ് ആണ്. സി ബ്ലോക്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അപൂർവ അവസരം. ഇതിൽ നീ വെറുതെ ഫൈറ്റ് ചെയ്യല്ല വേണ്ടത്. സി ബ്ലോക്കിലുള്ള ലൂസി എന്ന് പേരുള്ള സ്ട്രോ ഹാറ്റ് ലൂഫി അവനെ നീ കൊല്ലണം. അതിനാണ് ഡോഫ്ലമിംഗോ നിനക്ക് ഈ ഒരു അവസരം തരുന്നത്. നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി നിനക്ക് അത്രയും പവർ ഉണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ഡോഫ്ലമിംഗോയ്ക്ക് നിന്നിൽ ഭയങ്കര വിശ്വാസമാണെന്ന് പറയും. അവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ആകെ അവനെ സപ്പോർട്ട് ചെയ്തത് ലൂഫി മാത്രമാണ്. ലൂഫിയെ കൊല്ലാൻ അവനിപ്പോ മനസ്സില്ല. അതേസമയം അവൻ ഡോഫ്ലമിംഗോയെ അവന്റെ റോൾ മോഡലായിട്ടും കിങ് ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആവാനാണ് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അവനെ ഇങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവന് ചെയ്യാതിരിക്കാനും കഴിയില്ല. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് ആ പച്ചത്തലയൻ അവനാണെങ്കിൽ ഒരു ചെങ്ങലയൊക്കെ ഇട്ട് ക്ലോസ് ചെയ്തൊരു ബോക്സോ ആയി എവിടേക്കോ അങ്ങനെ ഹായ് ആയിട്ട് നടന്നു പോവാണ്. അവൻ അങ്ങനെ നടന്ന് ഇപ്പൊ ആ ചുന്ദരം പൈലറ്റിന്റെ അടുത്തേക്ക് വരും. ചുന്ദരം പൈലറ്റ് ആണെങ്കിൽ അത്രയും നേരം ഫൈറ്റും ഒക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ആ പച്ചത്തലയൻ ഇപ്പൊ ചുന്ദരം പൈലറ്റിനോട് പറയും, നീ ലൂസിയെ അവനെ കൊല്ലാൻ ശ്രമിച്ചോ? അതിന് ചുന്ദരം പൈലറ്റ് പറയും, അതെ, അവനെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലും. ബി ബ്ലോക്കിൽ ജയിച്ചത് നീയല്ലേ? ഗ്രാറ്റ്സ്. ഫൈനലിൽ നിനക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. പക്ഷെ എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല എന്ന് ചുന്ദരം പൈലറ്റ് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ബാറ്റിൽ നടക്കുന്ന സ്ഥലം കാണിക്കും. ജനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ആവേശം. അവരെല്ലാവരും ലൂഫിയുടെ പേര് വിളിച്ചു പറയുകയാണ്. ഉടനെ ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ഒരു ജയന്റ് വാരിയറെ അവിടേക്ക് ക്ഷണിക്കും. ഒരു മനുഷ്യന്റെ അത്രയും സൈസ് ഉണ്ട് ആളുടെ കൈക്ക് തന്നെ. ആളവിടേക്ക് ചാടി വന്ന് ഒരുപാട് പേരെ ഇടിച്ചു തെറിപ്പിക്കും. ആ ജയന്റ് മാൻ അടിച്ചു തെറിപ്പിച്ചവരെല്ലാവരെയും ആ മോൺസ്റ്റർ ഫിഷുകൾ കടിച്ച് പറിച്ച് തിന്നും. ജയന്റ് മാന്റെ സൈസും അവന്റെ ഫൈറ്റിംഗ് സ്കില്ലൊക്കെ കണ്ട ജനങ്ങളാണെങ്കിൽ അത്രയും നേരവും ലൂഫിക്ക് വേണ്ടി ആർപ്പ് വിളിച്ചവര് ഇപ്പോ അവന്റെ പേര് വിളിക്കുകയാണ്. അവനാണെങ്കിൽ വമ്പ ശബ്ദത്തില് ഇപ്പൊ വിളിച്ചു പറയും, ഞാനാണ് ഈ മത്സരത്തിൽ ജയിക്കുക, എന്നെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വെപ്പൻസും അവരെയും തല്ലിക്കൊന്ന് ഇപ്പൊ വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഇത്രയും പവറുള്ള ഈ ജയന്റിനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് കഴിയും? യെസ്, ഒരാളെ കൊണ്ട് പറ്റും. ആ മോൺസ്റ്റർ ബുള്ള്, അവനെ കൊണ്ട് തീർച്ചയായിട്ടും ഇവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വമ്പ ഹൈപ്പ് കൊടുക്കും. ബുള്ളാണെങ്കിൽ ലൂഫിയെ തോളത്തേറ്റി ചോട്ടാ ചോട്ടാ വില്ലന്മാരൊക്കെ ആ വെള്ളത്തിലേക്ക് ചവിട്ടിയിടും. ലൂഫി ആണെങ്കിൽ ആ ബുള്ളിനോട് പറയും, വാവ്, അടിപൊളിയായിട്ടുണ്ട്, ഇതുപോലെ തന്നെ എല്ലാത്തിനെയും തള്ളി താഴെയിടാൻ പറയും. അത്രയും നേരവും ആ ജയന്റിന്റെ പേര് വിളിച്ചവര് ഇപ്പൊ വീണ്ടും ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് ചിയർ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ചുന്ദരക്കുട്ടപ്പനാണെങ്കിൽ ലൂഫിയുടെ പേര് കേട്ട് പല്ല് കട്ടിക്കുകയാണ്. അവൻ വീണ്ടും വീണ്ടും ഫേമസ് ആവുകയാണ്. ഇത് ഞാൻ അനുവദിക്കില്ല. റെബേക്കയ്ക്കാണെങ്കിൽ ലൂസിയെ കുറച്ച് ഇഷ്ടമാവും. ഇവിടെ ആ ജയന്റ് ആൾ ടെററായിട്ട് ആ ബുള്ളിനെ നോക്കും. ബുള്ളി ചാടി വന്ന് ജയന്റിന്റെ കാലിലെട്ടിക്കുകയാണ്. പക്ഷെ ആൾക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. ജയന്റ് അവന്റെ ഷീൽഡ് എടുത്ത് ആ ബുള്ളിനെ ഒരു ഒറ്റ അടി. ആ ഒരു അടിയിൽ ബുള്ളും നമ്മുടെ ലൂഫിയും തറയിൽ അങ്ങനെ സ്റ്റിക്കറായി അമർന്നു പോകും. അടുത്ത നിമിഷം നമ്മുടെ ലൂസി അവൻ പതിയെ എഴുന്നേറ്റ് ആ വലിയ ബുള്ളിനെ അങ്ങനെ തലോടുകയാണ്. ബുള്ളിനാണെങ്കിൽ ബോധമില്ല. കാലി കയറിയ ലൂഫി ആണെങ്കിൽ അങ്ങനെ എടുത്തു ചാടി ആ ജയന്റിന് ഒരൊറ്റ ഇട്ടി. ആ ഒരു ഇട്ടിയില് ചോര തുളുമ്പി ജയന്റ് അടിച്ച് താഴെ വീഴും. ലൂഫി ആണെങ്കിൽ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.